പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ശ്രീ മുഹമ്മദ് ഷാഫി, ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടെയാണ് NRI സർവകലാശാലയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ അതും ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകളൊന്നും നടക്കുന്നുമില്ല. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കപ്പെടുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു പരിധിവരെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷെ അത് ഇതുവരെയും ഒരിടത്തും എത്തിയിട്ടില്ല. അതിന് നമ്മുടെ കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒരുപോലെ ഒരു പിന്നോക്കം പോകുന്ന അവസ്ഥ, അതിനുള്ള ഒരു താല്പര്യം കാണിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ വിദേശ ഗവൺമെന്റുകളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഓരോ രാജ്യത്ത് അവരുടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് മാത്രമേ നമുക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ അവർക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, ശരിക്കും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക വേണ്ടത്. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനും അത് വളർത്തിക്കൊണ്ടുവരുന്നതിനും അതിനുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്തു തരുന്നത്. അവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് അവരുടെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. റൈറ്റ്, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ വിവേക് എന്ന പ്രേക്ഷകനുണ്ട് മസ്കത്തിൽ നിന്ന്. വിവേക്, പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്കൂളുകളുടെ നമ്മളിപ്പം ഈ +2 സെക്കൻഡ് റാങ്കിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് നോക്കുന്നില്ല ചെറിയ കുട്ടികളെ? ഓക്കെ, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്കൂളുകളിലും പല സ്കൂളുകളിലും ഗൾഫ് കൺട്രീസ് NRIകളെ സീറ്റ് കിട്ടുന്നില്ല എന്നതിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? നമ്മള് ഈ KG1 KG2 മുതലുള്ള ക്ലാസ്സുകൾക്ക് ഇവിടെ മസ്കറ്റിലും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഗൾഫ് കൺട്രികളിലും സീറ്റ് കിട്ടാതിരിക്കുകയാണ്. അപ്പം ഇതിനു വേണ്ടി ഗവൺമെന്റ് ശരിക്കും ഒരു എന്തെങ്കിലും നമ്മൾ NRIs എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതാണ്. റൈറ്റ്, വളരെയധികം നന്ദി വിവേക് ഈ അവസരത്തിൽ പ്രതികരണം അറിയിച്ചതിന്. കെ സുധീൻ, ഒരുപക്ഷെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഏറെ പാടുപെടുന്ന ആളുകളാണ് പ്രവാസ ലോകത്തുള്ള ഭൂരിഭാഗം പ്രവാസികളും. അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വലിയ രീതിയിലുള്ള ആഗ്രഹവും വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളും അവർ അവിടെ അനുഭവിക്കുന്നുമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പണം ഇവരിൽ നിന്ന് അപഹരിക്കുന്ന വിദ്യാഭ്യാസ മാഫിയകളും ഈ രംഗത്ത് സജീവമാണ് എന്ന തരത്തിലുള്ള വാർത്തകളും ഏറെ ഞെട്ടലോടെ തന്നെയാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള മാഫിയകൾ എത്രത്തോളം സജീവമാണ് അവിടെയുള്ള മേഖലകളിൽ? താങ്കൾ പറഞ്ഞ 100% ശരിയാണ്. കാരണം ഇപ്പോ +2 റിസൾട്ട്, +2 എക്സാം കഴിഞ്ഞ എൻട്രൻസിന് വേണ്ടി കുട്ടികളൊക്കെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയം അവിടെ നിന്ന് കുറെ ആളുകൾ വിമാനം കയറി എല്ലാ മിഡിൽ ഈസ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ഏജൻസികൾ എന്ന് പറയുന്ന ആളുകൾ. അതിൽ കേരളം ഒഴിച്ച് മറ്റു സംസ്ഥാനങ്ങളില് കേരളത്തിൽ കുറെയൊക്കെ നമുക്ക് NRI സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കേരളത്തിലുള്ള മിഡിൽ ഈസ്റ്റ് പഠിച്ച കുട്ടികൾക്ക് എൻട്രൻസ് എഴുതുകയും കേരളത്തിലെ കുട്ടികളെ പോലെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേ കുട്ടികൾ കേരളത്തിന് പുറത്ത് പഠിക്കുന്നതിന് വേണ്ടി പ്രൊഫഷണൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഈവൻ ഒരു BA BComന് വേണ്ടിയോ ബാംഗ്ലൂർ പോലത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് സാധാരണ കുട്ടികളെ പോലെ ഒരിക്കലും അഡ്മിഷൻ കിട്ടാറില്ല. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഭീമമായിട്ടുള്ള കോഷൻ, അതല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പിഴിയുന്ന രൂപത്തിൽ 2-3 ലക്ഷം രൂപ എക്സ്ട്രാ വാങ്ങിയിട്ടാണ് പലപ്പോഴും അഡ്മിഷൻ അവിടെ കൊടുക്കുന്നത്. നേരത്തെ ഷാഫി സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചാണ് കേരളത്തിലെ കുട്ടികളുടെ കാര്യങ്ങൾ പറയാറ്. പക്ഷേ സാധാരണക്കാരായ കേരളത്തിലെ ഇവിടെ ഗൾഫ് നാടുകളിൽ ജോലി എടുക്കുകയും പക്ഷേ എന്നാൽ ഒരു വലിയ ശമ്പളമില്ലാത്ത ധാരാളം ആളുകൾ, ഒരു 50% പേരൻസും കുട്ടികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേ പേരൻസിന്റെ കുട്ടികൾ നാട്ടിൽ പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ പ്രത്യേകമായിട്ടുള്ള സീറ്റ് റിസർവേഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഡിക്കലും അതേപോലെയുള്ള എഞ്ചിനീയറിംഗിലും ഒക്കെ റിസർവേഷൻ ഉണ്ട്, NRI സീറ്റ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ കേരള ഗവൺമെന്റ് ചെയ്യേണ്ടത് ഒരു 5-10% ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BA BSc പോലത്തെ അല്ലെങ്കിൽ BComലൊക്കെ പ്രത്യേകിച്ച് NRI കുട്ടികൾക്ക് വേണ്ടി അവിടെ സീറ്റ് മാറ്റിവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ എയ്ഡഡ് കോളേജുകൾ മാറ്റിവെക്കുമ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും ഭീമമായ തുക അവരിൽ നിന്നും വാങ്ങിക്കൊണ്ട് തന്നെ പല കോളേജുകൾ അഡ്മിഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം NRI സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ മിനിമം 2-3 ലക്ഷം രൂപ കൂടുതൽ വാങ്ങിയിട്ടാണ് എഞ്ചിനീയറിംഗ് സീറ്റ് വാങ്ങുന്നത്, എഞ്ചിനീയറിംഗ് സീറ്റ് കൊടുക്കുന്നത്. അതേസമയം നമ്മൾ മെഡിക്കൽ എടുക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്വപ്നം കണ്ടുകൊണ്ട് നാട്ടിലേക്ക് വരുന്ന പല പാരന്റ്സിന്റെ കുട്ടികൾക്ക് 25 മുതൽ 50 ലക്ഷം വരെ എക്സ്ട്രാ പൈസ, അതായത് NRI സീറ്റിന് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ ഗവൺമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ 30-40 ലക്ഷം എക്സ്ട്രാ കൊടുത്തിട്ട് വേണം പലപ്പോഴും പാരന്റ്സിന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ. അതുകൊണ്ട് തന്നെ പല പാരന്റ്സും നമ്മൾ കൗൺസിലർ എന്ന നിലയിൽ എന്നോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ 30-40 ലക്ഷം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു NRI സീറ്റ്, NRI ഫീസ് മാത്രം കൊടുത്ത് അഡ്മിഷൻ കിട്ടാവുന്ന സാഹചര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഞാൻ തിരിച്ചു വരാൻ താങ്കളേക്ക്. ഇപ്പോൾ ഉമർ എന്ന പ്രേക്ഷകനുണ്ട് ഷാർജയിൽ നിന്ന്. ഉമർ പറഞ്ഞോളൂ. നമ്മുടെ നാട്ടില് സംവിധാനങ്ങൾ മുഴുവൻ ഈ രാജ്യത്തിന്റെ നമ്മുടെ നാട്ടിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലുള്ള കാര്യങ്ങൾക്കും ഒരുപാട് സംഭാവനകൾ അർപ്പിക്കുന്ന പ്രവാസി ആളുകൾക്കുള്ള അവരുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ ആവശ്യമായ അർത്ഥത്തിൽ പ്ലാൻ ചെയ്യുകയോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയോ ചെയ്യാതിരിക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതിന്റെ മൊത്തം കേരളത്തിന്റെ തന്നെ മൊത്തം വരുമാനത്തിന്റെ ഭാഗങ്ങൾ നല്ലൊരു ഭാഗം സംഭാവന ചെയ്യുന്ന ഒരു സമൂഹത്തിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ഭരണാധികാരികളും ഒഫീഷ്യലും ആയ ആളുകൾ പ്ലാൻ ചെയ്യുകയോ ഭാവിയെക്കുറിച്ച് ആ അർത്ഥത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയും അർഹതപ്പെട്ട അവകാശങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി ഉമർ പ്രതികരണം അറിയിച്ചതിന്. ശ്രീ മുഹമ്മദ് ഷാഫി, ഒരുപക്ഷെ ഇന്ത്യയിൽ കൂണുപോലെയുള്ള നിരവധി സർവകലാശാലകളിൽ ഏകദേശം 1-2 എണ്ണത്തിന് മാത്രമാണ് പ്രവാസ ലോകത്ത് ശാഖകൾ ഉള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെ വലിയൊരു വിഭാഗം ശാഖകളെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറേയധികം വിദ്യാർത്ഥികൾക്കെങ്കിലും അതിൻ്റെ പരിഹാരം ലഭിക്കുമായിരുന്നില്ലേ? ഇന്ന് അതിനു പകരം ഇവർ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു. അവിടെയാണെങ്കിൽ ഇത്തരത്തിൽ ഇവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരികയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ സർവകലാശാലകളുടെ ചില കേന്ദ്രങ്ങളെങ്കിലും അവിടെ തുറന്നിരുന്നെങ്കിൽ കുറേയധികം വിദ്യാർത്ഥികൾക്കെങ്കിലും അത് പരിഹാരമാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുറക്കുകയാണെങ്കിൽ കുറേയൊക്കെ സൗകര്യമായിരുന്നു. പക്ഷെ സൗദി അറേബ്യയിലെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ഇവിടുത്തെ റൂൾ അനുസരിച്ച് വിദൂര വിദ്യാഭ്യാസം മുഖേന കിട്ടുന്ന ഡിഗ്രികൾ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെയും, ഇന്ത്യയുടെ മാത്രമല്ല അമേരിക്കയുടെയോ കാനഡയുടെയോ അല്ലെങ്കിൽ മലേഷ്യ അതുപോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെയും വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നില്ല. ശ്രീ മുഹമ്മദ് ഷാഫി, ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുമ്പോഴും പ്രവാസ ലോകത്തെ കുട്ടികളെക്കുറിച്ച് പലപ്പോഴും കേൾക്കുന്ന ഒരു ആശങ്ക, ഇപ്പോൾ കേരളത്തിൽ പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് തിളങ്ങാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അത്തരത്തിലുള്ള പാഠ്യപദ്ധതികളുടെ പരിഷ്കരണം ഇവിടെ നടക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രവാസ ലോകത്തെ കുട്ടികൾ പാഠപുസ്തകങ്ങൾക്കപ്പുറം മറ്റു രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുമില്ല. ഇവിടെ ആ രീതിയിലുള്ള സിലബസുകൾ പഠിച്ച് തുടർ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് തിളങ്ങാൻ പറ്റും. പക്ഷേ വെറും പുസ്തകങ്ങൾക്കപ്പുറം തിളങ്ങാൻ പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം അടക്കം പ്രവാസ ലോകത്ത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പോൾ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം ഇന്ത്യയിൽ എന്ത് നടക്കുന്നു അത് തന്നെയാണ് നമ്മൾ ഇവിടെയും നടപ്പിലാക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ഒരു വ്യത്യാസം, പ്രായോഗിക പരിജ്ഞാനവും എക്സ്പോഷർ, കുട്ടികൾക്ക് കിട്ടുന്ന എക്സ്പോഷർ അത് ഇന്ത്യയിൽ കിട്ടുന്ന അത്രയും കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ സംസ്കാരത്തിനും അവിടുത്തെ കൾച്ചറിനും അവിടുത്തെ ജീവിത സാഹചര്യത്തിനും അനുയോജ്യമായി രൂപപ്പെടുത്തിയ ഒരു പാഠ്യപദ്ധതി നമ്മൾ വേറൊരു രാജ്യത്തെ ഒരു ചുറ്റുപാടിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നു. അതാണ്. പക്ഷെ വി ആർ ഫോഴ്സ് ടു, കാരണം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തിയ സിലബസാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ നമ്മളിവിടെ പഠിപ്പിക്കേണ്ടത്, ഈ രാജ്യത്തെ അല്ല. കാരണം ഇവർ തിരിച്ചു പോകാനുള്ള നാട്ടിലേക്ക്. ഇവർക്ക് ആകെയുള്ള ഒരു ന്യൂനത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് മാക്സിമം അതിനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന്റെ ഭരണാധികാരികളും അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും അവരൊക്കെയാണ് ശ്രമിക്കേണ്ടത്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് വിരമിച്ചിട്ട് കാര്യമില്ല. വി ആർ ഫോഴ്സ് ടു ബി എക്സ്പാട്രിയേറ്റ്. നമ്മൾ പ്രവാസികളായിപ്പോയി പ്രവാസ ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പരമാവധി എത്ര നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റൈറ്റ്. കെ ഇസുദ്ദീൻ, ഒരുപക്ഷെ പ്രവാസ ലോകത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അവിടുത്തെ തൊഴിൽ കേന്ദ്രങ്ങളിൽ പലപ്പോഴും പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് വലിയ രീതിയിൽ തിളങ്ങാൻ കഴിയുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തുടർ വിദ്യാഭ്യാസത്തിനുള്ള അനന്ത സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ജോലി എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് വരുന്ന ഒരാളുടെ അതേ പോലെ തന്നെയാണ് പരിഗണിക്കുന്നത്. ഇവിടെ പഠിച്ചു എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കമ്പനികളോ അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് സ്ഥാപനങ്ങളോ കൊടുക്കണമെന്നില്ല. അവിടെയാണ് ഒരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് നേരത്തെ ഷാഫി സാർ പറഞ്ഞതുപോലെയൊക്കെ തുടർ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ താങ്കൾ ചോദിച്ച പോലെ തന്നെ ഇവിടെ തുടർ വിദ്യാഭ്യാസം ഇവിടെ തന്നെ ചെയ്യാൻ ഒരു 10% കുട്ടികൾക്കെങ്കിലും ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യം ഇന്ത്യൻ
ഗവൺമെന്റ്, പ്രത്യേകിച്ച് പ്രവാസി കാര്യ മന്ത്രി ഒക്കെ ഇവിടുത്തെ ഏത് ഭരണാധികാരിയാണ്, ഏത് രാജ്യമാണോ അവിടെ കോണ്ടാക്ട് ചെയ്യും, ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു ഓഫ് ക്യാമ്പസ് സെന്ററുകൾ തന്നെ, ഇപ്പൊ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലത്തുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സെന്ററുകളൊക്കെ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഷാഫി സാർ സൂചിപ്പിച്ചു, സൗദിയിൽ പലപ്പോഴും ഓഫ് ക്യാമ്പസ് സെന്ററുകൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഖത്തറിൽ അങ്ങനെയല്ല. ഖത്തറിൽ ഇപ്പോൾ ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അമേരിക്കയിലുള്ള പേരുകെട്ട പല യൂണിവേഴ്സിറ്റികൾ ഇവിടെ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കനേഡിയൻ യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള, ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ എല്ലാ മിഡിൽ ഈസ്റ്റിലും ഉള്ളത്. ആ അർത്ഥത്തിൽ ദുബായ് അടക്കമുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഒക്കെ ഇന്ത്യൻ ഗവൺമെന്റ് ഫോഴ്സ് ചെലുത്തിക്കൊണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ നേരിട്ടുള്ള പല സ്ഥാപനങ്ങൾ, പല കോഴ്സുകൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നതാണ്. അതായത് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ ജോലിക്ക് വേണ്ടി കൂടുതൽ പരിഗണന മിക്കവാറും ആ കുട്ടികൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലുക്മാൻ എന്ന പ്രേക്ഷകനുണ്ട് കുറ്റിപ്പുറത്ത് നിന്ന്. പറഞ്ഞോളൂ ലുക്മാൻ. പ്രേക്ഷകരുടെ ടെലിഫോൺ ബന്ധം നഷ്ടമായി. അവസാനമായി ശ്രീ മുഹമ്മദ് ഷാഫി, ഒരുപക്ഷെ നമ്മുടെ സർക്കാരിനും അതുപോലെ എംബസികൾക്കുമൊക്കെ ഈ കാര്യത്തിൽ ചില പ്രവർത്തനങ്ങളെങ്കിലും നടത്താൻ കഴിയില്ലേ? ചെറിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അല്ലെങ്കിൽ അവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇപ്പോൾ നിർജീവമായിരിക്കുന്ന ഇത്തരം ഏജൻസികൾക്കും അതുപോലെ നമ്മുടെ സർക്കാരിനും കഴിയില്ലേ? ചെറുതല്ല, വലുതായിട്ട് തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയും. പക്ഷേ അതാത് രാജ്യത്തെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എംബസികൾ നമ്മുടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും നമ്മളുടെ സർക്കാർ, ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, വിദ്യാഭ്യാസ വകുപ്പ്, ഹ്യൂമൻ റിസോഴ്സ് മിനിസ്ട്രി അവര് കുറച്ചുകൂടി സമ്മർദ്ദം ചെലുത്തുകയും യൂണിവേഴ്സിറ്റി സെന്ററുകൾ, ഞാനിപ്പോ സൗദി അറേബ്യയെ കുറിച്ച് പറഞ്ഞിങ്ങനെ വിദേശ വിദ്യാഭ്യാസം പറയുകയും, പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും ഖത്തർ, ബഹ്റൈൻ, ഒമാൻ ഇവിടെയൊക്കെ ഇത് അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ഇത് ആരംഭിക്കാനുള്ള സാധ്യതകൾ ആരായാണ് വേണ്ടത്. അഫ്കോഴ്സ് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ, സൗദി അറേബ്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സ്കൂളുകൾ, മെയിൻ ഇന്ത്യൻ സ്കൂളുകൾ മുഴുവൻ എംബസിയുടെ കീഴിലാണ്. എംബസി വളരെ കാര്യക്ഷമമായിട്ട് ഈ സ്കൂളുകളുടെ നടത്തിപ്പിന് അതിന്റെ മാനേജ്മെന്റും അതിന്റെ കാര്യങ്ങളും എല്ലാം വളരെ കാര്യക്ഷമമായി ശ്രദ്ധിക്കുന്നുണ്ട്. അംബാസിഡർ അതിന്റെ പേറ്ററാണ്. അതുകൂടാതെ ഒരു സീനിയർ. വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് ഷാഫി, അഡ്വക്കേറ്റ് കെ സുദീൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം പ്രതികരണം അറിയിച്ച പ്രേക്ഷകർക്കും. ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.